മഴയവധി തന്നില്ലെങ്കിൽ കാണിച്ചു തരാമെന്ന ഭീഷണിയോടെയുള്ള സന്ദേശമാണ് മിക്ക കലക്ടർമാർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത്. പത്തനംതിട്ട ജില്ലാ കലക്ടർക്ക് അസഭ്യ വർഷമാണ് ഫോണിലൂടെ ലഭിച്ചത്. അവധി പ്രഖ്യാപിക്കണമെന്ന നിർബന്ധത്തിൽ നിരവധി ഫോൺ കോളുകളാണ് വന്നതെന്ന് പത്തനംതിട്ട ജില്ലാ കലക്ടർ പ്രേംകൃഷ്ണൻ പറയുന്നു. കലക്ടറുടെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റഗ്രാമിലും പേഴ്സണൽ അക്കൗണ്ട് തപ്പിപ്പിടിച്ച് അതിൽ വരെയും ഇത്തരം മെസ്സേജുകൾ അയക്കുകയാണ് ചിലർ. അവധി നൽകാത്ത കലക്ടർ രാജിവെക്കണമെന്നാണ് ചിലരുടെ ആവശ്യം. കലക്ടർ ആവണമെന്നാണ് തൻ്റെ ആഗ്രഹം. ഇന്ന് താൻ വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ ആ ആഗ്രഹം നടക്കില്ല എന്ന് സന്ദേശമയച്ചവരും ഏറെയാണ്. അവധി ആവശ്യത്തിലും ഒരു പടി കൂടി കടന്ന് സ്വന്തമായി കലക്ടറുടെ പേരിൽ അവധി പ്രഖ്യാപിച്ചവരാണ് കോട്ടയക്കാർ. അവധി പ്രഖ്യാപിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അവയൊന്തൊക്കെയാണെന്ന് കോട്ടയം ജില്ലാ കലക്ടർ വി വിഘ്നേശ്വരി പറയുന്നു. അവധി കൊടുക്കുന്നതിനും കൊടുക്കാതിരിക്കുന്നതിനും ന്യായമുണ്ട്. കലക്ടർ വി വിഘ്നേശ്വരിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഓൾറെഡി ഡിക്ലെയർ ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള കുട്ടികളുടെ കമന്റുകൾ കൂടുതലായിട്ട് അതൊരു പുതിയ ട്രെൻഡ് തലവേദനയായിട്ട് മാറില്ലേ? മഴ വന്നാണല്ലേ കുടിയിലെ വേണം. സോ അത് ലാസ്റ്റ് ഇയറെക്കാട്ടിലും ഈ വർഷം കൂടുതലാണ്. ലാസ്റ്റ് ഇയർ ഇത്ര ചോദിച്ചിട്ടില്ല. അതെന്തോ കുട്ടികൾ അതൊരു റൈറ്റ് പോലായി. എനിക്ക് വേണമെങ്കിൽ വീട്ടിലിരിക്കാം, നോ വൺ സ്റ്റോപ്പിംഗ്, നോ വൺ ലൈക്ക് അവർ അവിടേക്ക് സ്കൂളിൽ വന്നേ പറ്റുമെന്ന് ആരും പറയുന്നില്ല. പക്ഷെ അവർക്ക് ദേ വോണ്ട് ടു ടേൺ ദ ടേബിൾ ടുവേർഡ്സ് അസ്. ഞാൻ ലീവ് എടുത്തില്ല, കളക്ടറാണ് ലീവ് പ്രഖ്യാപിച്ചത്. അത് പറയാൻ വേണ്ടി ദേ വോണ്ട് കളക്ടർ ടു ഡിക്ലെയർ ലീവ്. പക്ഷേ ദാറ്റ് ഹാസ് അതർ സൈഡ് ഓൾസോ വിച്ച് ഐ അണ്ടർസ്റ്റുഡ് ലേറ്റ്ലി. നമ്മൾ കുട്ടികളെ ഈ സോഷ്യൽ മീഡിയയിൽ ജോളിയായിട്ട് കളിക്കുന്നവർ. പിന്നെ മറ്റത് ഞാൻ ഒരു ആസ്പിറൻസ് വന്നു, ഞാൻ IAS കോച്ചിങ് കൊടുക്കുന്ന ആസ്പിറൻസ് വന്നു. അവരുടെ ഫ്രണ്ട്സ് ആരും സ്കൂളിലല്ല കോളേജിലല്ല, വെറുതെ ഇരിക്കുന്നവരാണ്, ജോലി പോലില്ല. പക്ഷേ ദേ ആർ വെരി ഇൻട്രസ്റ്റഡ് വെദർ കളക്ടർ ഇസ് ഗോയിങ് ടു ഡിക്ലെയർ ലീവ്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ മറ്റൊരു വശത്ത് അച്ഛനമ്മ രണ്ടുപേർ ജോലിക്ക് പോകുന്നവരാണ്, കൂലിപ്പണി പോകുന്നവരാണ്, വീട്ടിൽ ആരും ഇല്ല. ഈ കുട്ടി അവിടെ വന്നാലും മിഡ് ഡേ മീൽ കിട്ടും, സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റും. ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ലീവ് കൊടുക്കുന്നത് എന്നാൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്. സോ ഏത് സമയവും കുട്ടികൾ പുറത്ത് വന്നാൽ ഭീഷണിയാവോ ആ സമയം മാത്രമേ കൊടുക്കുള്ളൂ.